നമസ്കാരം പ്രഗീഷ് ചേട്ടാ. കറക്റ്റ് അല്ലേ പേര്? പ്രഗീഷ്. പ്രതീഷ് കേട്ടിട്ടുണ്ട്, പ്രകാശ് കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രഗീഷ് എന്നുള്ളത് എങ്ങനെയാണ് പേര് കിട്ടിയത്? എന്റെ അച്ഛന്റെ പേര് പ്രകാശ് എന്നാണ്. അമ്മയുടെ പേരോ? ഗീത. പ്രഗീഷ്. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞില്ലേ? ശരി. പന്തിരങ്കാവ് കോഴിക്കോട്. പന്തിരങ്കാവിനടുത്ത് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ സ്റ്റാർ ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ KP ഉമ്മർ സാറിന്റെ ശബ്ദമാണ്. ഉമ്മർ സാറിന്റെ സൗണ്ട് ആണ് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. റെഡി? ഓക്കെ. നിന്നോട് ഈ വൃദ്ധനും വൃദ്ധയും എന്ത് തെറ്റാണ് ചെയ്തത്? എന്നിട്ട് നിനക്ക് ഞങ്ങൾ മാപ്പ് തരണമല്ലേ? നിന്നോട് പൊറുക്കണമല്ലേ? മറക്കാനും പൊറുക്കാനും തയ്യാറായ ഒരുവൾ അകത്തു തളർന്നു കിടക്കുന്നുണ്ട്. അവൾ തരുമോ നിനക്ക് മാപ്പ്? മിസ്റ്റർ മാത്യു വർഗീസ്, ഇവൻ ഉണ്ണുണ്ണിയല്ല, മണ്ണുണ്ണിയാണ്. ഇവന്റെ ഭാര്യ ഡേസി, അവൾ മിടുക്കിയാണ്. അപ്പൊ ഇനി നമുക്ക് വെടിക്കെട്ടായിട്ട് അടുത്ത ആരുടെ ഉമ്മർ സാറിനെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നായകനായിരുന്ന പ്രേം നസീർ സാറിന്റെ വോയിസ്. അദ്ദേഹത്തിന്റെ ഒരു പടയോട്ടം എന്ന സിനിമയിലെ പഴയ കാലത്തൊരു ഡയലോഗ്. നിനക്കൊന്നും അറിയില്ല. ഞാൻ സഹിച്ച വേദനയുടെ ഒരംശം പോലും നിനക്കറിയില്ല. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ 7000 രാവുകൾ ഉറക്കമുളച്ച് കാത്തിരുന്നത്. ഇരുമ്പ് ചങ്ങലകളിൽ കിടന്ന് ചാട്ടറവടിയിട്ട് ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞതും ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി ഞാൻ വിങ്ങിപ്പൊട്ടിയതും എനിക്ക് മറക്കാൻ കഴിയൂല. അടുത്തതായിട്ട് നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറിന്റെ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രം. പൊള്ളാച്ചി കൗണ്ടറേ, തന്റെ മകളെ വേണമെങ്കിൽ താൻ കൊണ്ടുപോയിക്കോ, പക്ഷേ എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോയാ മതി. ഇത് നുള്ളിയെടുക്കാൻ എനിക്കറിയാം. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നൊരു പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്നൊരാണ് സമ്മതിക്കുമ്പോഴാ പെണ്ണിന്റെ വിജയം. അടിപൊളി. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലാലു അലക്സ് സാറും അതുപോലെ തന്നെ സുകുമാരൻ ചേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻ അവതരിപ്പിക്കുക. മൂന്നാം മുറ എന്ന സിനിമയിലെ ഒരു പോലീസിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് മിസ്റ്റർ മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. മിസ്റ്റർ മേനോൻ, എന്റെ 4-5 സുഹൃത്തുക്കൾ നിങ്ങളുടെ ജയിലിലുണ്ട്. എനിക്കവരെ വിട്ടുകിട്ടണം. അതുമാത്രം പോരാ, 5 കോടി റാൻസ്, 2.5 കോടിക്ക് തുല്യമായ അമേരിക്കൻ ഡോളേഴ്സ്, 2.5 കോടിക്ക് തുല്യമായ ഗോൾഡ് ഇൻ പ്യുവർ സോവറിൻ, പിന്നെ 15 പേർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സൗകര്യം കൂടിയ മീഡിയം വെസൽ ആൻഡ് എ ലോഞ്ചിങ് വാൻ. ഹലോ 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 ചാൾസ്, സ്വർണത്തിന്റെയും ഡോളറിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബോംബെ ഗവർണർ. അൺഫോർച്ചുനേറ്റ്ലി ബോംബെ ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല. മാത്രമല്ല, ഇതിൽ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഉന്നതമാകട്ടെ. അതുവരെയെങ്കിലും ചാൾസിന്റെ ഭാഗത്തുനിന്നും അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവും. മേനോൻ സാറേ, 24 മണിക്കൂർ സമയം. അതിനുള്ളിൽ എന്റെ ആളുകളെ നിങ്ങൾ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കേണ്ട എണ്ണം കുറയും, എന്റെ ഡിമാൻഡ്സ് കൂടും. ബൈ. അടിപൊളി, നല്ല രസമുണ്ട് ചേട്ടാ കേൾക്കാൻ. അപ്പൊ ചേട്ടാ, ഇനി അടുത്ത ആരുടെയാണ് പെർഫോം ചെയ്യാൻ? അടുത്തത് നമ്മുടെ ഈ സ്കിറ്റുകളിലൊക്കെ പെർഫോം ചെയ്യുന്ന നമ്മുടെ സ്വന്തം രാജേഷ് ചേട്ടന്റെ വോയിസ് ആണ്. ഞങ്ങളുടെ സ്വന്തം രാജേഷ് ചേട്ടൻ. സ്കിറ്റുകൾ മാത്രമല്ല, സിനിമകൾ ഉൾപ്പെടെ അല്ലേ? വിളിക്കട്ടെ രാജേട്ടാ. രാജേട്ടാ, ക്യാരക്ടർ എൻട്രി ഒന്നും അല്ല, ഇത് വേറെ സംഭവമാണ്. ഞെട്ടാൻ റെഡിയാണോ? എന്താണ് സംഭവം? സർപ്രൈസ് ആണ്. അല്ല രാജേഷ്, ഈ പ്രഗീഷ് ഒരു ശബ്ദം, ഒരു ആർട്ടിസ്റ്റിന്റെ ശബ്ദം ചെയ്യാൻ പോവാ. അതൊന്ന് കേട്ടിട്ട് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയണം. അതെന്താ പറയാ കേട്ടാ? ശരി. എന്റെ മുട്ടുഷാരി, എന്തിനാണത് എന്റെ കിട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? ഒന്ന് പോയത് എന്റെ കടയത്. എന്റെ പൊന്നു ചേട്ടാ, അത് കേട്ട് ഞാനാകെ തകർന്നു പോയി. ഞാനാകെ എന്റെ പൊന്നു പോളെ, ഇത് 1 കിലോ പഞ്ചസാര ഉണ്ട്, ബാക്കി 500 ഗ്രാം രാജേഷ് ഏട്ടന്റെ സ്നേഹമായിട്ട് കൂട്ടിക്കോ. രാജേട്ടാ, എങ്ങനെയുണ്ട് സർപ്രൈസ്? എനിക്കൊന്ന് ഞങ്ങൾ ആദ്യമായിട്ട് രാജേഷേട്ടന്റെ വോയിസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ വേറൊരാള് വന്ന് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വലിയ ശ്രമം മാത്രമാണ്. ഒരുപാട് സിനിമ സെറ്റുകളില് സുഹൃത്തുക്കള് രാജേഷിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആൾ ഉഗ്രൻ ആർട്ടിസ്റ്റാണ്, ഗംഭീര ആർട്ടിസ്റ്റാന്ന് പറഞ്ഞത്. ഇപ്പൊ രാജേഷിന്റെ മനസ്സിലുണ്ട്, ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, വിളിക്കുന്നില്ലല്ലോ. ഈ ഒറ്റ റീസൺ കൊണ്ട് രാജേട്ടൻ ഇത്രയും എല്ലാരും പറഞ്ഞിട്ടില്ല, രാജേട്ടനെ ഭയങ്കര അടിപൊളിയെന്ന് പറയുന്നോണ്ടാണ് അടിപൊളി ഷോയില് രാജേട്ടൻ ഞങ്ങൾ വിടാണ്ട് പിടിച്ചു വെക്കുന്നത്. അല്ല, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാളെ അനുകരിച്ച് സ്വന്തം സൗണ്ട് മറന്നുപോയോ കേൾക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. സൂപ്പർ. അപ്പൊ എന്തായാലും രാജേട്ടനെ നേരിട്ട് തന്നെ ഇങ്ങനെ സ്വന്തം അടുത്ത് തന്നെ നിർത്തി നമുക്ക് ഇങ്ങനെ വോയിസ് എടുക്കാൻ പറ്റുമെന്ന് കിട്ടുന്ന ഭാഗ്യമാണോ? സന്തോഷമായി. അപ്പൊ രാജേട്ടൻ സന്തോഷമായില്ലേ? പിന്നെ ഇനി തെറ്റിക്കാണ്ട് ക്യാരക്ടർ എൻട്രി വേഗം വാ. ഇനിയുള്ള ടെൻഷൻ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അല്ലേ? അടിപൊളി. താങ്ക് യു രാജേട്ടാ.
അപ്പൊ ചേട്ടാ അടുത്തെന്ന് പറയുന്നത് താര തിരുമറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു സംഭവം തരും, അതായത് ഒരു ഡയലോഗ് തരും. ആ ഡയലോഗ് ആരുടെ വോയിസിൽ എടുക്കണം എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് ആദ്യം ഡയലോഗ് കേൾക്കാം, സിനിമയിലെ ഡയലോഗ് കേൾക്കാം പ്ലീസ്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. അപ്പൊ മോനെ ദിനേശ, സിനിമ മനസ്സിലായല്ലോ, ആരാന്നുള്ളത് മനസ്സിലായി. ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഡയലോഗാണ്. അപ്പൊ ഈ ലാലേട്ടന്റെ വോയിസ് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് ഈ സെയിം ഡയലോഗ് ഓക്കെ ബാലചേട്ടന്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സുരേഷ് ഗോപി അഥവാ സുരേഷ് ഏട്ടൻ. ഓക്കെ, സുരേഷ് ഏട്ടൻ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇനി കേൾക്കേണ്ടത്. നമസ്കാരം. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ദേ പോയി ദാ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അതും ഗംഭീരമായിട്ട് ചെയ്തു. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. സ്റ്റാർട്ടിങ് വിത്ത് ഇക്ക. പ്രകീഷേ, സാധാരണഗതിയിൽ ഇപ്പോൾ ന്യൂജൻ സിനിമകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ ഇടയ്ക്ക് ഒരു 80s അല്ലെങ്കിൽ 90s ഒരു സിനിമ വരുമ്പോൾ നമുക്കിപ്പോഴും ആവേശഭരിതരായിട്ട് നമ്മൾ പോയി കാണാനായിട്ടുള്ള ഒരു മനസ്സുണ്ട്. അപ്പോഴും അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ പ്രകീഷിൻ്റെ ശബ്ദാനുകരണം നമുക്ക് ഫീൽ ചെയ്തത്. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഏറ്റവും പുതിയ പുതിയ ശബ്ദങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകീഷ് വന്നിട്ട് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കാതെ അല്ലെങ്കിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാത്ത കുറേ ശബ്ദങ്ങൾ നമ്മൾ ഒരുപാട് പേര് ചെയ്തതാണ്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ പ്രകീഷിന് ഞാൻ പറഞ്ഞില്ല, ഒരു സായി ചേട്ടൻ്റെ ശബ്ദം ചെയ്യാൻ പറ്റും. ഞാൻ പഴയകാല ശബ്ദം ചെയ്യലുണ്ടായിരുന്നു ആദ്യം. എങ്ങനെയത്? മത്തായി ചേട്ടാ, ഇനി നാടകത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ അവന്റെ വില്ലനായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അവനെ അത്രയ്ക്ക് വെറുത്തുപോയി മത്തായി ചേട്ടാ. ഗോപാലകൃഷ്ണ, ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി? ഇത് കറക്റ്റാണ്. എനിക്കറിയാം നിങ്ങളുടെ ഫേസിലും സായി ചേട്ടൻ്റെ എവിടെയോ ഒക്കെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പകർ ചേട്ടാ. പ്രകീഷേ, സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇക്ക പറഞ്ഞ പോലെ ഒരു കാലഘട്ടത്തിലെ കുറേ മികച്ച കലാകാരന്മാരുടെ നടന്മാരുടെ ശബ്ദം അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പ്രകീഷ് പെർഫോം ചെയ്തിരിക്കുന്നത്. വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം അനുകരിച്ചതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകം പറയേണ്ടത്, ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ടാണ് രാജേഷിനെ ഒരു ആർട്ടിസ്റ്റ് അനുകരിക്കുന്നത് കാണുന്നത്. അത് കിടിലനായിരുന്നു കേട്ടോ. അത് രാജേഷ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതും മനോഹരമായിരുന്നു. നിങ്ങൾ തമ്മിൽ ആ ഒരു മുഹൂർത്തവും വളരെ രസാഭമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബാലചേട്ടാ. ആക്ച്വലി ഈ പഴയ പടങ്ങളൊക്കെ പറയുമ്പോൾ പ്രേം നസീർ സാർ അവതരിപ്പിച്ചു. അദ്ദേഹം ചെയ്ത ഒരു എന്താ പറയുക, അച്ചീവ് ചെയ്തത് ഇനി ഒരു നടൻ ചെയ്യണമെങ്കിൽ അത് ഇമ്പോസിബിളാണ്. അത്രയും പടങ്ങളിൽ ഹീറോ ആയിട്ട് നടിച്ചത്. പക്ഷേ ആർക്കും അറിയാത്ത ഒരു കാര്യം പറയാം, പ്രേം നസീർ സാർ ആദ്യത്തെ പടം മലയാള പടമല്ല, തമിഴ് പടമാണ്. എൻ്റെ മുത്തച്ഛനാണ് ചാൻസ് തന്നത്. എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് മുത്തച്ഛൻ്റെ ചോദിച്ചപ്പോൾ കൈ പിറന്താൽ വഴി പിറക്കും, അതാണ് പടത്തിൻ്റെ പേര്. സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചു. അത് തിരിച്ച് അന്ത ഓർമ്മയിൽ തന്നതിന് വളരെ നന്ദിയുണ്ട്. അതുമാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.